24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി. തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന വിചിത്ര ആവശ്യവുമായി BMS. നാളെ നടക്കുന്ന കാരൾ ആഘോഷങ്ങളിൽ ഗണഗീതം ആലപിക്കണമെന്നാവശ്യപ്പെട്ട് BMS അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എതിർപ്പുമായി ഇടത്, കോൺഗ്രസ് അനുകൂല സംഘടനകൾ രംഗത്ത് വന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുമായി. ഉമേഷ്, ക്രിസ്മസ് ആഘോഷമാണ്, അവിടെ ഗണഗീതം ആലപിക്കണമെന്ന് പറയുന്നു. ഇത് തപാൽ വകുപ്പാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വകുപ്പാണ്, നമുക്കറിയാം. എന്തായാലും ഇങ്ങനെ ഒരു വിചിത്ര ആവശ്യം BMS ഉന്നയിച്ചിരിക്കുകയാണ്. അതിൽ വലിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായും ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അസാധാരണ ഒരു ആവശ്യമാണ് ഇപ്പോൾ BMS യൂണിയൻ, അതായത് ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പോസ്റ്റൽ വകുപ്പിലെ മേധാവിയോടാണ് ഈ ഒരു കത്ത് നൽകി, സർക്കിൾ ഓഫീസിലെ മേധാവിക്കാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. നാളെയാണ് റീക്രിയേഷൻ ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. അതിൽ കരോൾ ഗാനത്തിനൊപ്പം ദേശഭക്തി ജനിപ്പിക്കുന്ന ഗാനം കൂടി ഉൾപ്പെടുത്തണം. അത് മുൻപ് എറണാകുളം വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികൾ പാടിയ ആ ഗീതം, അതായത് ഗണഗീതം, അത് ആ ഗണഗീതം എന്ന് കൃത്യമായി ഈ ഇതിൽ പറയുന്നില്ല എങ്കിൽ പോലും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത എറണാകുളം മംഗളൂരു വന്ദേ ഭാരതിൽ കുട്ടികൾ ആലപിച്ച ആ ഗാനം അത് ദേശഭക്തി ജനിക്കുന്ന ഗാനമാണ്. ആ ഗാനത്തിന്റെ വരികൾ ദേശഭക്തി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വരികൾ ആ പാട്ട് ഈ കരോൾ ഗാനത്തിനൊപ്പം ആലപിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും BMS യൂണിയൻ പ്രതിനിധികളുമായി നമ്മൾ ബന്ധപ്പെട്ടു. ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ഈ കത്ത് നൽകിയ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത്. ഞങ്ങൾ അനൌദ്യോഗികമായി അവർ പറയുന്നത് ഈ കരോൾ ഗാന സംഘത്തിൽ നിന്ന് BMS യൂണിയനിലുള്ളവരെ ഒഴിവാക്കി. അതേ തുടർന്നാണ് ഇത്തരമൊരു ആവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും അസാധാരണമായ ഒരു ആവശ്യമാണ്. സാധാരണഗതിയിൽ കരോൾ ഗാനം എന്ന് പറയുമ്പോൾ കരോൾ ദിനം, ക്രിസ്മസ് ആഘോഷം എന്നെല്ലാം പറയുമ്പോൾ ഈ കരോൾ ഗാനങ്ങൾ കൂടുതൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് ഈ സാധാരണ പാടാറുള്ളതും ആഘോഷത്തിന്റെ ഭാഗമായി ഉന്നയിക്കാറുള്ളതും. എന്നാലും ഈ ഒരു ആവശ്യം, ഇത്തരത്തിലൊരു ആവശ്യം സാധാരണഗതിയിൽ അങ്ങനെ ഇതുവരെ ഒരു ഭാഗത്തും ഉന്നയിച്ച് കണ്ടില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, കേന്ദ്ര സർവീസാണ് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. സ്വാഭാവികമായി ഇതിൽ അധികൃതർ എന്ത് നിലപാടെടുക്കും, ഇവർക്ക് ഈ ഗണഗീതം പാടാൻ അവസരം നൽകുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.